കൊല്ലം പള്ളിവളപ്പിൽ സൂട്ട് കേസിൽ കണ്ടെത്തിയ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതെന്ന് സംശയം. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്രിക ബാഗിൽ നിന്ന് ലഭിച്ചു. നട്ടലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ്. ആരെങ്കിലും പെട്ടിയിലാക്കി ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPS പറഞ്ഞു. എല്ലാ പാർട്സും ഇല്ല, ഫുള്ളി ഡികമ്പോസ്ഡ് ആണ്. വെരി നമ്മുടെ പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിംഗ് ഓൾ ആംഗിൾസ്. ബോക്സ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനകത്ത് എന്തോ നേരത്തെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തോ നമുക്ക് അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ട്. അപ്പോൾ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചത് അച്ഛൻ നോക്കിയ കമ്മിറ്റിക്കാരെ വിളിച്ചു. അപ്പോൾ കമ്മിറ്റിക്കാർ വന്ന് പോലീസ് വിവരം അറിയിച്ചു. അങ്ങനെ നമ്മളിത് അറിയുന്നത്. അല്ല ഇന്ന് ഇത്ര ആൾ ഇതുപോലെ ഇങ്ങനെ സംഭവം കണ്ടിട്ടുമില്ല. ഇങ്ങനെ സംഭവം ഇങ്ങനെ നമുക്ക് അറിയത്തുമില്ല. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം അവിടെ അത് കണ്ട് തലയൊട്ടി ഭാഗം ഇങ്ങനെ കണ്ടത്. അത് ചെറുതായിട്ട് കാണുമോ അത് നമ്മൾ ബുക്കിൽ നോക്കിയില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ പോലീസ് വ്യക്തമായിട്ട് കണ്ടത്. അപ്പോൾ സംശയമാണ് പറഞ്ഞത്. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഫോറൻസിക് പരിശോധനയുടെ കണ്ടെത്തൽ എന്താണ്? സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതെന്നുള്ള സംശയം വരുന്നത്. ഈ ഇടുപ്പെല്ലിൽ H എന്ന് അതോടൊപ്പം തന്നെ കാലിന്റെ എല്ലിൽ O എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നട്ടലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. അതോടൊപ്പം തന്നെ ബാഗിൽ നിന്ന് ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്രികയും അതോടൊപ്പം തന്നെ മഞ്ഞ നിറത്തിലുള്ള ഒരു ചോക്കും ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ സംഭവം കണ്ടെത്തുന്നത് രാവിലെയാണ്. അതായത് ഈ പള്ളിക്ക് സമീപമുള്ള സെമിത്തേരിയിലെ ഒരു ഭാഗം, ആ പറമ്പിന് സമീപത്ത് റോഡിന് വശത്തുള്ള മതിലിന് അരികെയായാണ് ഇത്തരത്തിലൊരു സൂട്ട് കേസ് രാവിലെ കണ്ടെത്തുന്നത്. ഈ കുടിവെള്ള സംബന്ധമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി അവിടെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കാൻ പോയ പള്ളി ജീവനക്കാരായിരുന്നു ഈ സൂട്ട് കേസ് ആദ്യമായി കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ച എന്നുള്ള ഒരു സംശയം വരുന്നത്. എന്തായാലും ഇത് കൊണ്ട് ഉപേക്ഷിച്ചതാണെന്നായിരുന്നു രാവിലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു പ്രതികരണം ഉണ്ടായത്. അത്തരത്തിലായിരുന്നു നിഗമനം. കാരണം ഈ അസ്ഥികൂടം ദ്രവിച്ച നിലയിൽ കൂടെയായിരുന്നു, ഏറെ പഴക്കമുള്ളത് കൂടെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഈ ഒരു പരിശോധന നടന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ആശുപത്രിയിൽ ഉപയോഗിച്ച ഈ ഒരു അസ്ഥികൂടമാണോ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ സമീപവാസികൾക്കൊക്കെ ഒരു ഞെട്ടലായിരുന്നു. കാരണം ഈ സൂട്ട് കേസിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എന്തായാലും അത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമാണ് ഈ എല്ലിൽ ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കത്രിക ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് അതായത് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. കുറച്ചു കാലം മുൻപ് തന്നെ കൊണ്ട് ഉപേക്ഷിച്ചതാവാനാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന ഒരു കാര്യം കൂടെ അങ്ങനെ തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ ബാഗ്, ഈ സൂട്ട് കേസ് ഇവിടെ ഉപേക്ഷിച്ച് പോയത് എന്ന് പോലീസിനെ കണ്ടെത്താനാവും. ഇത് സംബന്ധിച്ചായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ. ശരി മനോജ്.